ആദരണീയ സദസ്സിന് നമസ്കാരം. നേർക്കാഴ്ച, നിക്കാഹ്, സ്പന്ദനം എന്നീ കലാസൃഷ്ടികൾക്ക് ശേഷം ഉത്സവ് മലയാളി തിയേറ്റേഴ്സ് അഭിമാനപൂർവ്വം നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുന്ന നാടക നൃത്തശില്പം അരങ്ങേറ്റം. അരങ്ങത്ത് കോട്ടയം തോമസ്, ടിജോ ചെമ്മണ്ണാർ, നെൽസൺ മൂക്കന്നൂർ, ഷാജു മഞ്ഞപ്ര, വിനു വാഴക്കുളം, ജെയ്സൺ പരിയാരം, രജിത് പടയണിപ്പാറ, ഷാജി പോപ്പ് മുരിക്കാശ്ശേരി, ബെന്നി കൂത്താട്ടുകുളം, തെയ്യാമ്മ മാത്യു, ജോളി തോമസ്, സ്മിത ലിജു, അനു ടിജോ, അനീറ്റ നെൽസൺ, ബിജി ഷാജു, സജിമോൾ രജിത്ത്, സിനിയ ബെനി. അതിഥി താരങ്ങൾ ഇമ്മാനുവൽ ജോസഫ്, എഡ്വിൻ ഡേവീസ്. അണിയറയിൽ ലിജു പറവൂർ, അമൽ വാഴക്കുളം, ബ്ലസ്സി തോമസ്, സ്റ്റെഫി അഗസ്റ്റിൻ, രഹന മാത്യു. ശബ്ദവും വെളിച്ചവും ഉത്സവ്, രംഗപടം അനു ടിജോ. സംഘട്ടനം ഷാജി പോപ്പ്. ചിത്രസംയോജനം ലിജു പറവൂർ. നിർമ്മാണം ഉത്സവ് മലയാളി തിയേറ്റേഴ്സ്. നൃത്ത സംവിധാനം സജിമോൾ രജിത്ത്. രചന, സംഭാഷണം, സംവിധാനം രജിത് രാജൻ. പ്രത്യേക നന്ദി ടീന തോമസ്, ശ്രീ ജോൺ നിറമ്പുഴ, ശ്രീമതി സൂന ജോൺ, ശ്രീ ദിൽജോ മൂക്കന്നൂർ. പിന്നെ പേരുവിട്ടുപോയ എല്ലാ സഹായഹസ്തങ്ങൾക്കും നന്ദി. അടുത്ത ബെല്ലോടുകൂടി ഞങ്ങളുടെ ഈ എളിയ സംരംഭം ആരംഭിക്കുകയായി. ഇത് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ഒരു മലയോര ഗ്രാമം. ഏറെ നാളത്തെ പ്രവാസ ജീവിതം കൊണ്ട് ഈ ഗ്രാമത്തിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ അറിയാൻ വഴിയില്ല. ഒരു ഗ്രാമത്തിന്റെ വളർച്ചയും തളർച്ചയും അവിടെ അധിവസിക്കുന്ന ജനങ്ങളിൽ നിക്ഷിപ്തമാണ്. ഇവിടെ ഈ ഗ്രാമത്തിലെ സകലകലാ വല്ലഭന്മാരായ 6 പുരുഷ കേസരികളാണ് നാടിന്റെ തനത് കലയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അരങ്ങത്തുള്ളത്. ഇവരുടെ പേരുകൾക്കിവിടെ പ്രസക്തിയില്ലാത്തതിനാൽ നമുക്കിവരെ വഴിയാമണ്ണം പരിചയപ്പെടാം. എടുത്ത് പെട്ടെന്ന് വിളിച്ചു വിടറാവേ. മിനിമത്തിലങ്ങ് തുടങ്ങിയേക്കാം. 16. എന്റെ കുണുക്കൊന്നൂരാമെന്ന് നോക്കട്ടെ. ഓണേഴ്സ്. ആ പൂതിയങ്ങ് മനസ്സിലിരിക്കട്ടെ മച്ചാനെ. ദേ വിളിച്ചു ഒരു 24. എന്നാ പിന്നെ ഞങ്ങളുടെ എല്ലാം അങ്ങ് ഒരുമിച്ചൂരാ. 28. ചതിച്ചല്ലോ അളിയാ. ചീട്ടിടറേ, വാചോക പിന്നെ അടിക്കാം. വാടാ, നമുക്കൊന്ന് നോക്കിട്ട് പോവാം. ഇവൻ നമ്മുടെ ആ കറിയാച്ചന്റെ മോനല്ലേ? ഏത് ക്ലാസ്സിലാടാ നീ പഠിക്കുന്നത്? ഈ വർഷം 10ലാ. എന്നിട്ടാണ് ഇവിടെ നിന്ന് കറങ്ങുന്നത്? വീട്ടിൽ പോയി 4 വർഷം പഠിക്കാൻ നോക്ക്. പിള്ളേര് കണ്ടു പഠിക്കട്ടാ, അല്ലെങ്കിൽ നമ്മുടെ കാലം കഴിയുമ്പോൾ ഇത് കളിക്കാൻ ആള് കാണത്തില്ല. ആരെ നന്നാവാൻ വിടരുത് കേട്ടോ. ഇത് മറ്റൊരു ഗ്രാമവാസി. ഇദ്ദേഹത്തെ നിങ്ങൾ അറിയും. ഇയാളില്ലാത്ത സ്ഥലം ഭൂമി മലയാളത്തിൽ ഉണ്ടാകുവാൻ ഇടയില്ല. സ്ഥലകാല സന്ദർഭമനുസരിച്ച് ഇദ്ദേഹത്തെ നമ്മൾ വാസുവെന്നോ ചാക്കോ എന്നോ ദിവാകരൻ എന്നോ വിളിക്കുന്നു. എവിടെയും തലയിടുക എന്നതാണ് ഇവരുടെ വിനോദം. നീ മൂക്കിലേക്കൊന്നും വലിച്ചു കരുതില്ലല്ലോ. ഞാൻ എടുത്തോ. ഏത് പട്ടിയുടെ കുഴയ്ക്കുന്ന? ഈ ലോകത്തിലെ പട്ടികൾക്കെല്ലാം ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. മോനെ ജോസൂട്ടിയെ, കള്ളപ്പെട്ട് പറ്റാതെ കയ്യിലിരിക്കുന്ന ചീട്ടിട. കാർന്നോരൊന്ന് പോകുന്നുണ്ടോ? ചേട്ടനൊന്ന് ജോസിന്റെ കേന്ദ്രം മേടിക്കുന്ന തോന്നണേ. പിന്നെ
അവനെ കൊല്ലത്തും. ഓലപ്പാമ്പ് കാട്ടി എന്നെ വെട്ടം വരുന്ന അവന്റെ അപ്പൻ. നിനക്ക് അയാളെ അറിയാവുന്നതല്ലടാ പോയി. അയാളെ അയാളുടെ പാട്ടിന് വിട്ടേര്. നമ്മളിതൊക്കെ ശ്രദ്ധിക്കാമെന്ന് അതിന് സമയം കാണുള്ളൂ. ഇയാടെ മോൻ ബേബിക്കുട്ടിയെ ഓർത്തിട്ടാ ഒന്ന് പൊട്ടിക്കാത്തത്. എത്ര കിട്ടിയാലും പഠിക്കത്തില്ല. ഇയാള് കളിയുടെ മൂഡ് കളഞ്ഞു. ചേട്ടനൊരു കുപ്പിക്കുള്ള കാശ് താടാ മോനെ. ഇന്ന് വെറും പച്ച. പണിയെടുക്കുന്നത് മുഴുവൻ ഷാപ്പിൽ കൊണ്ട് കളയും. പിന്നെ ഈ തെണ്ടലാ പണി. 3 പെമ്പിള്ളാറാ വളർന്നു വരുന്നത്. അതിനെപ്പറ്റി യാതൊരു ചിന്തയില്ല. ഇയാളുടെ പേക്കൂത്ത് കൊണ്ട് ആ പിള്ളേര് പുറത്തേക്ക് ഇറങ്ങാറ് കൂടിയില്ല. താടാ മോനെ. ചേട്ടന്റെ കൈയും കാലും വിറയ്ക്കുന്നത് നീ കാണുന്നില്ല? ഒന്ന് ശല്യം ചെയ്താൽ പോകുന്നുണ്ട് ചേട്ടാ. കുടിക്കാനായി 5 പൈസ എന്റെ കിട്ടുമെന്ന് വിചാരിക്കണ്ട. ചേട്ടൻ പോയി വേറെ ആളെ നോക്ക്. എടാ വാചകം അടിക്കാതെ ചീട്ടിടാൻ നോക്ക്. എടീ നീ കേട്ടോടി, നമ്മുടെ അന്നമ്മയുടെ മോള് ഒരു ബസ് കണ്ടക്ടറിന്റെ കൂടെ ഓടിപ്പോയിടി. അവക്ക് അങ്ങനെ തന്നെ വേണം. എന്തൊരു പത്രാസായിരുന്നു. ഈ തരുണിമണികളായിരുന്നല്ലേ? ഇവർ നമ്മുടെ പുരുഷ കേസരികളുടെ വാമഭാഗങ്ങൾ. നമ്മുടെ പുരുഷന്മാരെ പോലെ തന്നെ ഇവരും നല്ല കലാകാരികളാണ്. അന്യോന്യം അല്പം അസൂയ, കുശുമ്പ് എന്നിവ ഒഴിച്ചാൽ ഉറ്റ ചങ്ങാതിമാരായി ഇവർ അലക്കുന്നതും കുളിക്കുന്നതും പൊതുകാര്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുമെല്ലാം ഒന്നിച്ച്. വേനൽ കഠിനമായതിനാൽ പള്ളി നീരാട്ടിനിറങ്ങിയതാണിവർ. നോക്കടി, എല്ലാം കൂടി അവിടെ കുത്തിയിരിപ്പുണ്ട്. റാണിയേ, നിന്റെ കെട്ടിയോനാണല്ലോ ഇന്ന് കോളടിച്ചത്. ആ കുണുക്കു ഇട്ടുള്ള ഇരിപ്പ് കാണാൻ നല്ല ശേലുണ്ട്. നിന്റെ കെട്ടിയോന് മോശമല്ലടി, 2 കാതി കാണുന്നുണ്ട്. ഇവർക്ക് ഒഴിഞ്ഞു കോണിലെങ്ങാൻ പോയിരുന്ന് കളിച്ചുകൂടെ? മറ്റുള്ളവരെ നാണം കെടുത്താൻ. അവര് നമ്മളെ കണ്ടത് കൂടിയില്ല. ഭൂലോകം ഇടിഞ്ഞു വീണാലും അവരറിയില്ല. അത്ര കോൺസെൻട്രേഷൻ അല്ലേ? എടി, ഒരു പണി കൊടുത്താലോ? പോലീസ് വരുന്നേ. ജോസൂട്ടി വിട്ടോടാ. അവരോടിയ വഴിയിൽ പുല്ലുപോലും മുളയ്ക്കത്തില്ല. ഇത്രയും വേണ്ടിയിരുന്നില്ലടി. എവിടെയെങ്കിലും ഓടി വീണിരുന്നെങ്കിലോ? എനിക്കതങ്ങ് അത്രയ്ക്ക് പോയില്ലടി. വാ, നേരെ ഒരുപാടായി. ചെന്നിട്ട് വേണം അത്താഴം വെക്കാൻ. അമ്മച്ചി അവിടെ ഇല്ലേടി? സീരിയല് തുടങ്ങിയാ പിന്നെ ആ തള്ളേന് ഒന്നിനും കിട്ടില്ല. അടുക്കള പണി കഴിഞ്ഞ എനിക്കതൊന്ന് കാണാനോ പറ്റില്ല. ത്തിൽ 20ാമത്തെ തിരലിഖിതം. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ. എന്റെ കർത്താവേ, അമ്മച്ചിക്ക് ഇതെന്തോന്നാ പറ്റിയത്? സീരിയൽ വിട്ടിട്ട് വചനഘോഷം കേൾക്കുന്നു. അമ്മച്ചി എന്താ മാനസാന്തരപ്പെട്ടോ? ജോസൂട്ടിയെ, നീ വല്ല ഷാപ്പിലും കേറിയോടാ? ഇന്നേ ശനിയാഴ്ചയാ. ഇന്നാണെങ്കി സീരിയലും ഇല്ല. എന്നാ പിന്നെ വചനം കേക്കാന്ന് വെച്ചു. എടി ഏലിക്കുട്ടിയെ, കുളിക്കാൻ വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ടോടി? അതിനവളിവിടെങ്ങാനും വേണ്ടേടാ. ഊര് ചുറ്റാൻ പോയിരിക്കയല്ലേ. 2-3 മണിയെങ്ങാണ്ടായി ഇറങ്ങിയതാ ഈ കുടുംബത്തിന്ന്. 2 മണിക്കോ? ഞാൻ 2:30-ക്കാണല്ലോ ഇവിടുന്ന് പോയത്. അപ്പോൾ അവൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആ, എന്നാ പിന്നെ 3 മണിക്കായിരിക്കും. 3 മണിക്ക് അയൽക്കൂട്ടം ഉണ്ടായിരുന്നില്ലേ? അത് കഴിഞ്ഞ് അവൾ ഇവിടെ വന്നില്ലേ? ആ, വന്നെന്നാ തോന്നുന്നത്. പിന്നെ പിള്ളേരെങ്ങാൻ വിളിച്ചായിരുന്നോടാ ജോസൂട്ടിയെ? അമ്മച്ചിയെ അവര് വിളിച്ചിരുന്നില്ലേ? വിളിച്ചായിരുന്നു. പിള്ളേര് വരുന്ന കാര്യം വല്ലതും പറഞ്ഞോടാ? കൊച്ചു വലിയ പരീക്ഷ കഴിഞ്ഞേ വരുന്നുള്ളൂ എന്നാ പറഞ്ഞേ. പിന്നെ ജോസൂട്ടിയെ, എന്റെ ഫോണില് ഒട്ടും പൈസ ഇല്ലടാ മോനെ. കഴിഞ്ഞ ദിവസം നീ ഇട്ട 50 തീർന്നു. അത് കൊള്ളാമല്ലോ. അല്ല അമ്മച്ചിയെ, അമ്മച്ചി ഇതാരെയായി വിളിക്കുന്നേ? അതെന്താടാ, എനിക്ക് സ്വന്തക്കാരും ബന്ധുക്കാരും ആരും ഇല്ലേ? നിനക്ക് എപ്പോഴും പൈസ ഏറ്റിത്തരാൻ ബുദ്ധിമുട്ടാണേൽ ആ മാസാമാസം പൈസ അടയ്ക്കണതങ്ങ് ആക്കടാ. പിന്നെ എനിക്ക് സ്വസ്ഥമായിട്ടിരുന്ന് വിളിക്കാമല്ലോ. നല്ല കളിയായി. പോസ്റ്റ് പെയ്ഡ് ആക്കണമല്ലേ? ബില്ല് വരുമ്പോ കുടുംബം വെക്കേണ്ടി വരും. അല്ല ഏലിക്കുട്ടിയെ, നീ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ.
ഇത്ര പെട്ടെന്ന് അലക്കും കുളിയും കഴിഞ്ഞ് ഇങ്ങ് പോന്നോ? നേരെ അങ്ങ് ഇരുട്ടിയില്ലേ അമ്മച്ചിയെ? ഇത് ഞാൻ നേരത്തെ വന്നില്ലേ അമ്മച്ചി ഒറ്റയ്ക്കാകില്ലേ? അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങ് പോന്നു. ഇച്ചായി മേല് കഴുകിയില്ലേ? വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഭാഗ്യത്തിന് പൈപ്പിൽ വെള്ളം വന്നു. അമ്മച്ചിയെ കഞ്ഞിക്ക് വെള്ളം വെച്ചായിരുന്നോ? അയ്യോടിയേ, ഞാനത് അങ്ങ് മറന്നു. വട്ടായിലച്ഛന്റെ വചനം കേട്ടിരുന്ന് നേരം പോയതറിഞ്ഞില്ല. ജോസൂട്ടിയെ, നിന്നെ കാണാൻ 2-3 പേര് വന്നിരുന്നടാ. അവരെന്തോ കടലാസൊക്കെ തന്നിട്ടാ പോയത്. ഞാൻ ദേ എടുത്തോണ്ട് വരാം. നിങ്ങളുടെ തള്ളയും കൊണ്ട് തോറ്റു. പോരെടുത്തതാ. അല്ലെങ്കിൽ കഞ്ഞിക്ക് വെള്ളം വെക്കില്ലായിരുന്നോ? ഏതു സമയം ടിവിയുടെ മുന്നിലും അല്ലെങ്കിൽ ഫോണിലും. അമ്മച്ചി വൈകിട്ട് ചായ കുടിച്ചായിരുന്നോ? പാല് തട്ടയിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. വേണ്ട വേലിക്കുട്ടിയെ, ഇനി അത്താഴം അങ്ങ് കഴിക്കാം. ഇത് സഹകരണ ബാങ്കിൽ നിന്നാ. ഒറ്റ തീർപ്പായി പിള്ളേരുടെ ലോൺ അടച്ച പലിശ ഇളവ് കിട്ടുമെന്ന്. ഇവരുടെ കാര്യം കേട്ടാ കൈ പൈസയും വെച്ചോണ്ട് അടയ്ക്കാതിരിക്കാന്നാ. പിള്ളാരുടെ പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടാതെ എങ്ങനെ തിരിച്ചടയ്ക്കാനാ? എടാ, അവളുടെ ആങ്ങളുടെ കയ്യില് പൂത്ത കാശില്ലേ? അവളോട് കുറച്ച് ചോദിക്കാൻ പറയടാ. അമ്മച്ചി ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? അതെങ്ങനാ? നല്ല കാര്യം പറഞ്ഞാ വല്ലവർക്കും ബോധിക്കുവോ? ആത്മാവേ, പരിശുദ്ധാത്മാവേ, അതിനുവേണ്ടി എന്നെ ഒരുക്കണമേ, അതിനുവേണ്ടി എന്നെ സജ്ജീകരിക്കണമേ, അതിനുവേണ്ടി എന്നെ ഉണർത്തണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതെ. നമസ്കാരം സാർ. തിങ്കളാഴ്ച 10 മണിക്ക് അമൃത ഹോട്ടലിലോ? വരാം സാർ. ശരി സാർ. താങ്ക് യു സാർ. ആരായിരുന്നു ചായ? തിങ്കളാഴ്ച എവിടെ ചെല്ലാമെന്നാ പറഞ്ഞത്? എന്താടാ ജോസൂട്ടിയെ, ഗൾഫിൽ പോകാനുള്ള പേപ്പർ വല്ലതും വന്നോ? അതിലും വലുതാമച്ചി. എടി, നമ്മള് സിനിമയിലേക്കുള്ള ഡാൻസിന്റെ സ്ക്രീനിങ് ടെസ്റ്റിന് വിളിച്ചതാ. തിങ്കളാഴ്ച കൊച്ചിയിൽ വെച്ചാ. കർത്താവേ, ഇച്ചായും പറയുന്നത് നേരാണോ? എന്താ നാടാ സിനിമയില്? അമ്മച്ചി, ക്ലബിലെയും പള്ളിപ്പെരുന്നാളുടെയും കാസറ്റ് കണ്ടിട്ട് ഞങ്ങളെ സിനിമയിലേക്ക് ഡാൻസിന് വിളിച്ചിരിക്കുക. അത് നിന്നെ മാത്രമായിരിക്കും. കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾ വല്ലവരും സിനിമയില് കൂത്താടാൻ പോകുവോ? ഷീലയും കാവ്യമാധവനൊന്നും കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളല്ലേ? അമ്മച്ചിക്ക് കൂശുമ്പ. ഇനിയോ അവളുമാരുടെ മുമ്പിലൊന്ന് വിലസണം. ഞാൻ അവളുമാരെയൊക്കെ ഒന്ന് വിളിച്ചറിയിക്കട്ടെ. എടാ, വല്ല അമ്മ വേഷം പറ്റി ഉണ്ടോന്ന് അവരോടൊന്ന് ചോദിക്കടാ. ഞാനിവിടെ ചുമ്മാ ഇരിക്കുവല്ലേ. അമ്മച്ചി, അത് കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേടാ ചക്ക. ഇന്നതൊക്കെ ആര് നോക്കാനാ? നീ അവരോട് ഇത് ചോദിക്കാൻ മറക്കണ്ട. പറയടാ, ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങിയായിരുന്നു. നമ്മളെല്ലാം വിളിച്ചോ? ശരി. നാളെ പ്ലാൻ ചെയ്യാം. ചമ്പിപ്പോയി ചായ. അവളുമാരെ എല്ലാം വിളിച്ചിട്ടുണ്ട്. എല്ലാവരിൽ നിന്നും നല്ലവണ്ണം കളിക്കുന്നവരെ എടുക്കുന്നത്. എന്റെ അന്തോണീസ് പുണ്യാളാ, ഒരു വെള്ളിക്കുരിശ് തന്നേക്കാമേ. ഞങ്ങളെ മാത്രം സെലക്ട് ചെയ്യണേ. അങ്ങനെയല്ലടി, എല്ലാവർക്കും കിട്ടണേന്ന് പ്രാർത്ഥിക്കേ. നമ്മൾ 6 കുടുംബം ഒന്നിച്ചുണ്ടെങ്കിൽ അതല്ലേ നല്ലത്? എന്നാലും അവളുമാരുടെ മുമ്പിൽ ഞാൻ ദുബായിലെ മോനച്ചനോടൊന്ന് പറയട്ടെ, എന്നെയും സിനിമയിൽ എടുത്തുന്ന്. തള്ളയുടെ വയസ്സുകാലത്തെ ഒരു പൂതിയെ. വായിച്ചായ, നമുക്ക് കുരിശു വരയ്ക്കാം. ഇന്നൊരു കൊന്ത കൂടുതൽ ചെല്ലണം. എന്നാ അങ്ങനെ ആട്ടെ. കർത്താവ് തന്നെ തുണ. മേഡം, അവർ റെഡിയാണ്. ഓൾ റൈറ്റ്. അവർ എത്ര പേരാണുള്ളത്? 6 കപ്പിൾസ്. ഡ്രസ് എല്ലാവർക്കും പാകമാണോ? അതെ സാർ. ഇത് ലാസ്റ്റ് സെറ്റ് ഓഫ് കപ്പിൾസ് അല്ലേ? വി ഷുഡ് സെലക്ട് ദ സഫീഷ്യന്റ് നമ്പേഴ്സ് ടുഡേ ഇറ്റ്സെൽഫ്. 15 വരെ ഓൾറെഡി സ്ക്രീൻ ടെസ്റ്റ് നടത്തിയതല്ലേ? അതിൽ നിന്നുള്ളവരെ സെലക്ട് ചെയ്താ പോരെ? നോ നോ നോ, എന്റെ സങ്കല്പത്തിലുള്ളവരെ ഇതുവരെയും കിട്ടിയിട്ടില്ല. നമ്മളെല്ലായ്പ്പോഴും ടാലന്റ് ഹണ്ട് നടത്തിയല്ലേ നമ്മുടെ ക്യാരക്ടേഴ്സിന് വേണ്ടവരെ സെലക്ട് ചെയ്യുന്നത്. ആരെയെങ്കിലും മതിയെങ്കിൽ നമുക്ക് എക്സ്ട്രാസിനെ വെച്ച് ചെയ്താ പോരെ? സോറി രാഗി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ക്യാരക്ടേഴ്സിന്റെ പെർഫെക്ഷൻ ആണ് നമ്മുടെ അൾട്ടിമേറ്റ്. യു ക്യാരി ഓൺ. താങ്ക് യു. ലെറ്റ് us start. റഷീദ്, കോൾ them one by one. ബൈ ദ ബൈ, എല്ലാവർക്കും ചെസ് നമ്പർ കൊടുത്തിട്ടില്ലേ? യെസ് മാഡം. Then proceed. നമസ്കാരം മാഡം. നമസ്കാരം സാർ. ഓൾറൈറ്റ്, നിങ്ങൾ റെഡിയല്ലേ? റെഡിയാണ് മാഡം. ഒരു റെക്കോർഡ് പ്ലേ ചെയ്യും. നിങ്ങൾ കേട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ഗാനമായിരിക്കും. പെട്ടെന്ന് ആലോചിച്ച് സ്റ്റെപ്പ് ഇട്ട് പെർഫോം ചെയ്യണം.
നിങ്ങൾക്കതിന് കഴിയും. കാസറ്റിൽ ഇവർ നല്ലവണ്ണം പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാനും കണ്ടിരുന്നു. ഇറ്റ് വാസ് എക്സലന്റ്. താങ്ക് യു സാർ. പ്ലേ ദ ഫസ്റ്റ് സോങ്. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവലമേയും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലാ Okay, next. Just number 2. വന്നടുക്കും പെമ്പറന്നോളെ സന്മതമോ കന്മതമോ നിൻ കടകണ്ണിൽ തട്ടിടുത്തോ കട്ടിടുത്തോ എൻ കിനാവും നീ കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ മനസമ്മതപ്പൂ നിൻ കൊതിപ്പൂ തന്നിടുമ്പോൾ കുമ്പിടുമ്പോൾ ആ കിന്നാരം കാതിൽ ചൊല്ലാം ഞാൻ. പൊന്തിവരും പൊൻകനവിൽ ചന്ദ്രികയിൽ നീന്തിവരും. Next. Just number 3. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. ിലും വെണ്ണിലാവിൻ പൊന്നില നീ സ്വന്തമാക്കും. മേഘപ്പഴങ്ക് കൊണ്ട് മാനത്ത് കോട്ടയ്ക്കിട്ടേ നിന്നെ ഞാൻ കൊണ്ടുപോകും. ആഹാ മിന്നൽ മേടിച്ചു നിന്ന് മാറത്തെ ചേല കൊണ്ട് നിന്നെ ഞാൻ കുടിവെക്കും. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. Okay, next. Just number 4. കുന്നിന്മേലെ കൈതോല
Get it. Next. Just number 5. പതിനേഴിന്റെ പൂങ്കരളിൻ പാടത്ത് പൂവിട്ടതെന്താണ്? പറയാതിന്റെ പൂങ്കനവിൻ മാറത്ത് നീ തൊട്ട മറുകാണ്. പറയൂ പറയൂ നീ നല്ലഴകി. പനിനീർ ചെടിയോ പാൽമുല്ലകളോ പ്രേമപ്പണ്ടി വരച്ചിട്ട പാടത്തൂടെ നടന്നിട്ട് നീ തന്നെ ചൊല്ല്. പതിനേഴിന്റെ പൂങ്കരളിൻ പാടത്ത് Okay, next. പൂവിട്ടതെന്താണ്? Just number 6. കരളേ കരളിന്റെ കരളേ എന്നോടൊന്നു ചിരിക്കൂ. കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിടുങ്ങാതെ. ഞാനില്ല നിന്നോട് കൂടാൻ. ഞാനില്ല നിൻ വിളി കേൾക്കാൻ. അങ്ങനെ നീ കലമ്പാതടി കുറുമ്പി എന്റെ സ്നേഹിതയാണു നീ. ഫോറിൻ കാറും ഡോളർ നോട്ടും കൊണ്ട് മാടി വിളിച്ചാൽ കൂട്ടിനു വരുമോ നീ? കുട്ടിനെന്ന് കിട്ടില്ലല്ലോ ചേട്ടാ എന്റെ കരളിന്റെ വാതിൽ തുറക്കാതെ. Okay. അവരെ വിളിക്കൂ. നിങ്ങളുടെ പെർഫോമൻസ് അത്ര പോരാ, എസ്പെഷ്യലി ജെൻസിന്റെ. യു വെയിറ്റ് ഹിയർ, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. വെറുതെ കയ്യിലെ കാശ് കളഞ്ഞു. എന്തായാലും വന്നതല്ലേ, നമുക്ക് കൊച്ചിയിലൊക്കെ ഒന്ന് കറങ്ങി കണ്ടിട്ട് പോയേക്കാം. അളിയാ, ലാലേട്ടന്റെ പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട്, അതങ്ങ് കണ്ടിട്ട് പോയാലോ? വാടാ, നമുക്കൊരു കട്ടൻ അടിക്കാം. ആകെ നാണക്കേടായി. ഇനി നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അതെങ്ങനാ മൈക്ക് വെച്ച് അനൗൺസ് ചെയ്തിട്ടല്ലേ പോന്നത്? എന്റെ ഇച്ചായന് ഇത് എന്താ പറ്റിയത്? പുള്ളി ആദ്യമായി കളിക്കുന്നത് പോലെയാ ഇന്ന് കളിച്ചത്. അധികാരം അങ്ങനെ തന്നെ ആയിരുന്നടി. എനിക്ക് തോന്നുന്നു നമ്മൾ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ നമ്മൾ എടുത്തേനേന്ന്. എനിക്കും അങ്ങനെയാ തോന്നണത്. സാറേ, ഡയറക്ടർ സാറ് പോയോ? അവര് പുറത്തേക്ക് പോയി. നിങ്ങൾ അല്പം കൂടി വെയിറ്റ് ചെയ്യ്. സാറേ, ഞങ്ങള് നല്ല ഡാൻസുകാരികളാ. ഞങ്ങളുടെ കോന്ത കെട്ടിയന്മാരാ എല്ലാം കുളവാക്കിയത്. സാറേ, സാറിനറിയാമോ ഞങ്ങൾ ക്ലബിലും പള്ളിപ്പെരുന്നാളിനും എത്ര ഡാൻസ് കളിച്ചിരിക്കുന്നു? സാറേ, സാറ് ഞങ്ങക്ക് നല്ലൊരു പാട്ടിട്ടതാ, എന്നിട്ടൊന്ന് കണ്ടു നോക്ക്. അതൊന്നും പറ്റില്ല, ഡയറക്ടർ സാർ അറിഞ്ഞാൽ വഴക്ക് പറയും. ഇട് സാറേ, അവര് വരുന്നതിന് മുന്നേ ഞങ്ങൾ കളിച്ചു തീർക്കാം. പെട്ടെന്ന് കളിക്കണം, നല്ലൊരു ഫാസ്റ്റ് നമ്പർ ഇടാം. सावरिया
തകിട തകിട തക താളം വൈ താളം വൈ തക താളം വൈ താളം വൈ തക താളം വൈ ദിനക ദിനക ദിന ദിൻ 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 തകിട തകിട തക താളം വൈ താളം വൈ തക താളം വൈ മേലെ മുകിലിൻ കൂടാരം മേലെ മുകിലിൻ കൂടാരം മെല്ലെ ഒരുങ്ങുന്നു കീഴെ നിലവിൻ പൂമഞ്ചം തെന്നൽ ചുമക്കുന്നു നിറങ്ങൾ പൂത്തു നിൽക്കുമ്പോൾ കിനാക്കൾ പെയ്തിറങ്ങുന്നു നിനക്കായി കോടി ജന്മങ്ങൾ മനസ്സിൽ പേരു തീർക്കുന്നു പേരൂർ കോവിൽ വേലം കണ്ടേ പോരാം മാളോരെ മേലെ മുകിലിൻ കൂടാരം മെല്ലെ ഒരുങ്ങുന്നു കീഴെ നിലവിൻ പൂമഞ്ചം തെന്നൽ ചുമക്കുന്നു ദിനക ദിനക ദിന ദിൻ 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 തകിട തകിട തക താളം നിങ്ങളോടാരാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളാൻ പറഞ്ഞത്? എടീ നമുക്ക് എല്ലാവർക്കും കൂടെ കളിക്കാടി പോയി. ഒന്ന് കളിച്ച് കുളം തോണ്ടിയതല്ലേ, ഇനിയും ഞങ്ങളുടെ കഞ്ഞി പാറ്റിയിടാനാ? അങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ലല്ലോ. സാറേ, നമ്മൾ പറഞ്ഞ പാട്ടം കിട്ടേരെ. കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. എന്റെ രാധേ നീ വരൂ, താനെ പൂക്കും വനമലരായി. കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. രക്ഷയില്ലളിയാ, മാറ്റിപ്പിടിച്ചാലോ? മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയേ, മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയേ, മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. കോലമയിൽ പോലെ ഞാൻ പറന്നു വരാം മാരനെ, എനിക്കും മുത്തമിഴിൻ മുത്തുപോൽ വെളുത്തവനെ. കോലമയിൽ പോലെ ഞാൻ പറന്നു വരാം മാരനെ, എനിക്കും മുത്തമിഴിൻ മുത്തുപോൽ വെളുത്തവനെ. കണ്ണകിയോ നീയല്ലേ, കോവലനോ ഞാനല്ലേ. കണ്ണകിയോ നീയല്ലേ, കോവലനോ ഞാനല്ലേ. ചോളം കൊയ്യും കാലം വന്നാൽ മാട്ട് പൊങ്കൽ മാസം പോയാൽ കൂത്തുകുമ്മി നാഗസ്വരം നമുക്കൊരാനന്ദ കല്യാണം. മാമനായി മാറനായി വന്നിതാ എന്റെ മച്ചൻ, വില്ല് വെച്ചൊരു പണ്ടിക്ക് സ്വന്തക്കാരനാ. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. ഏത് തമ്പ്രാൻ വന്നാലും വലയിൽ വീഴും മാനല്ല, മഴവിൽ ചാന്ത് തൊട്ടൊരെന്റെ സ്വന്തം മണമകൾ. ഏത് തമ്പ്രാൻ വന്നാലും വലയിൽ വീഴും മാനല്ല, മഴവിൽ ചാന്ത് തൊട്ടൊരെന്റെ സ്വന്തം മണമകൾ. രംഗനാഥൻ കോയിലിലെ തങ്കമുഖം സ്വാമിയല്ലേ, രംഗനാഥൻ കോയിലിലെ തങ്കമുഖം സ്വാമിയല്ലേ. വൃന്ദാവന കണ്ണാണി വൃന്ദാവനത്തേരിൽ വായോ. കൂത്തുകുമ്മി നാഗസ്വരം നമുക്കൊരാനന്ദ കല്യാണം. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. മാർഗഴിയേ മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയേ, മഞ്ഞളും പൂശിവാ വന്നിതാ
Wow, wonderful. It was so amazing. You all done well and you are selected. Thank you, madam. Thank you, madam. Rashid, arrange their lunch. Okay, you take rest. See you later. അങ്ങനെ നമ്മള് സിനിമയിലും കേറി. ഇതാ മനുഷ്യ പറയുന്നത്, ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാമെന്ന്. ഇല്ലെങ്കിലേ ഒലക്ക പുറത്ത് കിടക്കും. എന്റെ അമ്മോ